Ladies and gentlemen, Malayalis, we are reacting to ഭൂതകാലം. രാഹുൽ സദാശിവത്തിൻ്റെ വേറൊരു ഡയറക്ഷനാണ്. ഇപ്പോൾ ഡയസറ കണ്ടതേ ഉള്ളൂ. ഡയസറ കണ്ടതിന് ശേഷം പല ആൾക്കാർ റെക്കമെൻഡ് ചെയ്തതാണ്, കമൻറ്റ് സെക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു ഭൂതകാലം റിയാക്ട് ചെയ്യാൻ. പുള്ളിക്കാരൻ രാഹുൽ സദാശിവൻ തന്നെയാണെന്ന് തോന്നുന്നു ഭ്രമയുഗവും ചെയ്തത്. ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. സോറി, ഡയസറ, ഭ്രമയുഗം, ഭൂതകാലം ആൻഡ് റെഡ് ട്രെയിൻ 2013. അത് ഞാൻ ഇതുവരെയും കേട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കണേ. സോ ചില ആൾക്കാർ പറയുന്നുണ്ട് ഭൂതകാലം ഇസ് ആക്ച്വലി മോർ സ്കാരി ദാൻ ബെറ്റർ ദാൻ ഡയസിറ. ഡയസിറയുടെ റേറ്റിംഗ് എത്രയാണ്? ഡയസിറ ഹാസ് എ 7.1 റേറ്റിംഗ്. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. 4.6 on Prime Video. That's bad. Whereas Bhutagalam is 7.4, which is interesting, more interesting, I guess. So yeah, that is Bhutagalam very scary. ഞാൻ ഇപ്പോൾ നോക്കുന്നില്ല, എന്തെങ്കിലും സ്പോയിലേഴ്സ് വരുന്നതിനെ കാണും. ഐ വിൽ റാദർ വാച്ച് ദ മൂവി. സോ ദാറ്റ്സ് ഇറ്റ്. വിതൗട്ട് എനി ഫർദർ ado, let's get into it. And I'm going to disturb the screen for copyright, and here we go. Oh no, this is already creeping me out. മുന്നോട്ട് പോകുന്നില്ല, അതോ അതില്ലാത്തതാണോ? Wait, what? That's creepy. ഇങ്ങനെയാണോ തുടങ്ങാൻ പോണേ? Oh my god, I'm gonna have a heart attack after this. What the hell? Old creepy lady. Dude. ഒരു പാവ അമ്മയെ ഓൾഡ് ക്രീപ്പി ലേഡി എന്നൊക്കെ വിളിച്ചു. Don't give me a jump scare. I don't want a jump scare right now. Oh. വെറുതെ വന്നിരുന്നേ. ക്ഷീണികം. ഓക്കെ. ഹൈ ബ്രോ, ബിഗ് ഫാൻ. രേവതി, ലോങ് ടൈം നോ സീ. 1.5. ഓക്കെ. പാവം മുമ്മ. വിനു, ഡയപ്പർ മാറ്റണം. ഒന്ന് പിടിച്ചേ. വാ. Oh no. ഇവിടെ പൊക്ക്. This shit is... കുറച്ച് പൊക്ക്. ആര് കൊടുക്കും പൈസ? എൻ്റെ ശമ്പളം തന്നെ ഇവിടെ മതിയാവുന്നില്ല. പിന്നെ ഹോം നഴ്സ് വന്ന് പിടിക്കുക. Why is she shaking? Mumma, what happened? പോയി കിടന്നു. Dude, what the hell, man? Just help her out. Help her, man. Why are you standing there? I don't like too much silence. She gonna get up? She gonna get up again? Oh no. Oh, I saw a jump scare coming. I wanna see this. Okay. ഒന്നും സംഭവിച്ചില്ല. Oh my god. ഈ സൗണ്ട് എഫക്ട്സ് കോൺച്യൂറിംഗിൽ ഇങ്ങനത്തെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്.
This is creepy. The shots are really good. ഇതുവരെ ജംപ് സ്കെയർസോ മറ്റൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഐ എം ഗോണ സേ ലൈക്ക് the cinematography is like making me very uncomfortable. Just the shots, the music, oh wow. Hey, why are you? Wait, who? What? Like she died? Grandma passed away? Oh no. Maybe it's not a bad thing. Like she was really old and she was suffering, right? നന്നായി എന്ന് വിചാരിച്ച് സമാധാനിക്കാം. Yeah, I realized my mistake. Maybe that's not a good thing to say. ഈ അടുത്താണ് മരിച്ചത്. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് Oh no. മെഡിക്കേഷൻ നിർത്താൻ കാരണം എന്താ? ചെയ്യാൻ പാടില്ല. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആശയ്ക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലേ, അതൊരു ഡിസോർഡർ ആണ്. പനി വന്നു പോകുന്ന പോലെ അത് പോവില്ല. ഇൽനെസ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് മെഡിക്കേഷൻ അബ്രപ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് ആശയ്ക്ക് ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് വരുന്നത്. മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ചെറിയ ചെറിയ കാര്യത്തിന് പോലും സങ്കടപ്പെടും. അതുകൊണ്ട് അമ്മ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുമായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും ഞാൻ അമ്മയോട് പറയും. എൻ്റെ പേര് പോലും അമ്മ മറന്നുപോയി. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അവൻ്റെ അച്ഛനെ പോലെയാണ്. Oh no, come on, dude. It's not the best time to drink, man. I know you're frustrated, but just get a therapist or something. Talk to someone. Talk to your girlfriend, Priya, or somebody. ഇനിയിപ്പോൾ വിനുവിൻ്റെ കാര്യത്തിൽ എങ്ങനെ? ജോലിക്കാരി എന്തായി? നോക്കുന്നുണ്ട്. 1-2 കിട്ടി. ദൂരെയായിരുന്നു, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ആശയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേ? അവൻ പോട്ടേന്ന്. അവൻ പോയാ ഞാൻ തനിച്ചാവില്ലേ? എനിക്ക് വേറെ ആരാ ഉള്ളത്? ഞാൻ നിന്നോടല്ലേ പറഞ്ഞ മാറ്റിവെക്കാൻ. ഇത് OLX-ലിട്ടല്ല, എന്തായാലും വെറുതെ ഇരിക്കണല്ലേ. പറഞ്ഞത് ചെയ്താ മതി. എന്താ വീണ? അതെ, അമ്മയുടെ കണ്ണട പൊട്ടിച്ചോ? ഇല്ലല്ലോ, പൊട്ടിയിരുന്നു. മാറി നിൽക്ക്. I feel bad about him as well. He's also going through a lot, right? You have to understand his situation as well. ടീച്ചറെ, ഈ ഇടയ്ക്കിടയ്ക്ക് ലീവാകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടീച്ചർ ഒരു ലോങ് ലീവ് എടുത്തോളൂ. ഇവിടെ ഞാൻ പകരം ഒരാളെ വെച്ചോളാം. ഇല്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ കണ്ടിന്യൂ ചെയ്തോളാം. ടീച്ചറിനോട് പറയണോണ്ട് വേറൊന്നും തോന്നരുത്. കൊച്ചു കുട്ടികളെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിട്ട് അവരോട് ഞാൻ പറഞ്ഞത് ടീച്ചറിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. You gotta talk to her, man. It's just shit. It's making me mad.
Oh no. Yeah, you need to talk to her, man. Just call her or something. Have a therapy session. What's happening? Oh shit. Okay. What was that? Was that real or was that a dream? ആ ഞാൻ പുറത്തുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ്. ആ Priya? ഇത് ടോപ്പിൻ്റെ നോക്കിയത്. Birthday purchase. Follow എടുത്തില്ല. ചേച്ചി അതൊന്നും പിന്നുണ്ട്. നൈസാണ്. ഈ കളർ ചിലപ്പോൾ കുറച്ചും കൂടി ചേർച്ചു. ബർത്ത്ഡേ അല്ലേ? പ്രിയ, ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയാലോ? ഓ വേണ്ടവനും. എവിടെയെങ്കിലും ജസ്റ്റ് പോയിട്ട്. താല്പര്യമില്ലവനും. എന്താ? നിനക്കിപ്പോൾ സമയമുണ്ടല്ലേ? ട്യൂഷൻ അമ്മ മരിച്ചല്ലേ? അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് മുമ്പെന്തായിരുന്നു പ്രശ്നം? Oh. Oh. Okay. എൻ്റെ മൂഡ് അത്ര കറക്റ്റ് ആയിരുന്നില്ല. നിനക്ക് മൂടുണ്ടെങ്കിൽ മാത്രം വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. വിനു, നിനക്ക് തോന്നുമ്പോൾ മാത്രം എന്നെ വിളിക്കലും കാണാൻ വരലും ഒന്നും നടക്കില്ല. ഞാൻ അവളുടെ കൂടെ പോകാം. സൺഡേ ബർത്ത്ഡേ ആണ്, വരണം. അവന് മൂടുണ്ടെങ്കിൽ വന്നാൽ മതി. ഇനി എന്തെങ്കിലും വാങ്ങണ്ടോ? Okay. എടാ അത് 1000-ൻ്റെ ആയിരുന്നു. 1000-ൻ്റെ? ആ അടുത്ത ആഴ്ച എന്നാ മതിയോ? അല്ല അടുത്ത ആഴ്ച ഞാൻ പോവല്ലേ. എവിടെ പോണു? ആ ഞാൻ പറഞ്ഞില്ല അല്ലേ. എടാ അന്നൊരു പണിയുടെ കാര്യം പറഞ്ഞില്ലേ? ആ അത് ഓൾമോസ്റ്റ് സെറ്റായി, പോവാന്ന് വിചാരിച്ചു. എടാ ഈ ഡി ഫാമൊക്കെ പഠിച്ചിട്ട് ഇങ്ങനത്തെ പണിക്ക് പോണോ? പിന്നല്ലേ അവൻ്റെ കല്യാണമായി. കല്യാണമാണോ അല്ലേ? നീ ഒന്നും അറിയില്ലേ? ഇൻസ്റ്റാഗ്രാം ഒന്നും കാണാറില്ലേ? ഞാൻ ഇൻസ്റ്റയിലില്ല. എടാ അവനൊക്കെ ഇപ്പോൾ വേറെ ലെവലിലായി, ഞാൻ കാണിച്ചുതരാം. ഇൻസ്റ്റ നോക്കി വേറെ ലെവലൊന്നും പറയല്ലേ. That's a bad thing. വണ്ടിയാ. Don't look at Insta, bro. Don't judge a person. ചുമ്മാ ഷോ അല്ലേടാ. നീ ഇങ്ങനെ വെറുതെ നെഗറ്റീവ്. നീ കഴിക്കുന്നില്ലേ? വേണ്ട, അപ്പോൾ വേണ്ടേ? ഞാൻ മാഗി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഉണ്ടാക്കിയത് ആര് കഴിക്കും? ഇത് കഴിച്ചാൽ മതി. വെറുതെ മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. Marilate. വേറെ ഒരു ബിസ്ക്കറ്റും കിട്ടിയില്ലേ? വെരി ഡിപ്രസിങ് ബിസ്ക്കറ്റ് man. ഗുഡ് ഡേ ആണല്ലേ? പിങ്ക് ഗുഡ് ഡേ, പർപ്പിൾ ഗുഡ് ഡേ. പട്ടി കഴിക്കുന്നു, വാതിൽ തുറക്കുന്നു. ഓ നോ. ആ ചെയർ നേരത്തെ എടുത്ത് OLX ഇട്ടിരുന്നെങ്കിൽ വലിയ കടുപ്പുണ്ടാവുമായിരുന്നു. സൗണ്ട് എഫക്ട്സ്, man, so many sound effects. He's attached to that chair, right? No, Betty. What's going on? ലാബ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അല്ലേ? അതെ സാർ, ഞാൻ 100 hours ഫാർമസിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഫാമിലിയുടെ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ഈ ടൗണിൽ തന്നെ ജോലി വേണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. ഈ ടൗണിൽ? അതെ സാർ, ഞാൻ ഇവിടെ താമസിക്കുന്നത്. സാറേ നമ്മൾ ഈ ടൗണിലേക്കാണ് ആളിനെ നോക്കുന്നത്? ഇല്ല, നമ്മൾ അങ്ങനെ ഒരു ആഡ് എവിടെയും കൊടുത്തിട്ടില്ല. നമ്മൾ ടൗണിലേക്കല്ല, കുറച്ച് ഔട്ട് സ്റ്റേഷനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആളിനെയാണ് നോക്കുന്നത്. Oh no. സാർ, സാറിൻ്റെ കസിനല്ലേ ഫെലിൻ? നിങ്ങളൊക്കെ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അതിനൊരു വരുന്ന രീതിക്ക് ഒരു മിനിമം മര്യാദ ഉണ്ട്.
ഒരുമാതിരി ഷേവും ചെയ്യാതെ. സാർ എൻ്റെ അമ്മമ്മ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ച അതെനിക്ക് ഞാൻ ഷേവ് ചെയ്യാൻ പറ്റായിരുന്നു. എടോ ഈ സാറിന് അമ്മമ്മ കഴിഞ്ഞ ആഴ്ച മരിച്ചത്. സാറ് വന്നിരിക്കുന്നുണ്ടോ? Sabu, come be sensitive, man. വീട്ടിലാരൊക്കെയുണ്ട്? Assess the situation. അമ്മ സ്കൂൾ ടീച്ചറാണ്. ബാക്കി പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു, സ്വന്തം മോനെ ഒന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ കാലത്ത് ആൾക്കാർ സെന്റിമെന്റ്സ് ബിഗ് ബോസ് ജയിച്ചെന്ന് പറഞ്ഞാൽ ഇത്ര അഹങ്കാരം പാടില്ല. ശരിക്കും പലർക്കാരുടെ സിറ്റുവേഷൻ ഇതാ. ഈ ഒരു ഏജിലുള്ള a lot of youngsters go through the same scenario. വിനു എന്തേ നേടാ എപ്പത്തി എവിടെ ഹലോ വേണം കഴിക്കാൻ പാടില്ല. എന്തൊക്കെയാ എനിക്ക് ഇപ്പം ഇവിടെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ജോലിയൊന്നും അങ്ങോട്ട് ശരിയായില്ല. കുറേ നോക്കി. ഞാൻ എങ്ങനെ സമീപിച്ചോളാം? ഞാൻ സംസാരിക്കാം. അല്ലേ? സംസാരിച്ചോളാം, റെഡിയാക്കാം. എന്നെ ഇറങ്ങട്ടെ? നിൽക്കട, നമുക്ക് പുറപ്പെട്ടിരിക്കാം. അവിടെ ചെന്നിട്ട് ചെറിയ പണിയാണ്. ഉറപ്പാണ്. അപ്പം ഞാൻ ഇറങ്ങട്ടെ എന്നാ? ഓക്കെ എന്നാ. ഓക്കെ. ഓക്കെ. കുറച്ച് ദൂരോട്ട് ചങ്ങലേക്ക് ഇട്ടിട്ടായിരുന്നു. അതിൻ്റെ അവിടെ കൊണ്ടുവരുന്ന സിഗരറ്റ് വലിക്കുന്ന കാര്യം അറിയില്ല. ഓക്കെ, യു നീഡ് ടു ടോക്ക് ടു ഈച്ച് അതർ. ഞാനെന്തോ വേറൊരു ആവശ്യത്തിന് മേടിച്ചായിരുന്നു, മറന്നുപോയി. ജോലി എന്തായി? കിട്ടിയില്ല. 1.5 വർഷത്തെ കരിയർ ഗ്യാപ്പാണെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ല. വീട്ടിൽ വെറുതെ ഇരിക്കാൻ പോവാണെന്നോ? വെറുതെ ഇരിക്കണം. സേലത്ത് ജോലി കിട്ടിയിട്ട് അമ്മയല്ലേ എന്നെ ഇവിടെ ആയിരുന്നു. അത് പിന്നെ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ലേ? നീ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഇത്രയും ലേറ്റ് ആവുന്ന എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ. വേറെ എവിടെയെങ്കിലും നോക്കണം. It's not easy, man. ഇനി ഇവിടെ ഒന്നും നോക്കണില്ല അമ്മ. പിന്നെ ശ്യാം പറഞ്ഞിട്ടെ എനിക്കൊരു ജോലി അവൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ? അവനിനി ജോലി ചെയ്യാൻ പോണൊരു ഹോട്ടലിൽ. എന്തെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്ക്. ആദ്യം MBBS വേണമെന്ന് പറഞ്ഞു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു, പിന്നെ ഡി ഫാമിൽ ചേർന്നു. ഇവിടെ പറയരുത്. ഞാൻ ഒരു 100 തവണ പറഞ്ഞതാണ് എന്നാ എനിക്ക് പറ്റൂല. എന്നിട്ട് പ്രൊഫഷണൽ കോഴ്സാണ്, അന്തസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയാണ് എന്നെ കൊണ്ട്. I get it. അമ്മ കാരണമാണ്. അവൻ്റെ സിറ്റുവേഷൻ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. I share the emotion. You need to talk it out. Dude, please. ഞാൻ പറഞ്ഞു മനസ്സിലായി. This is getting worse. ഇനി നീ ഉണ്ടാക്ക. എടാ, നിന്നെ ഞാൻ എങ്ങനെയൊക്കെയാ വളർത്തിയ. നീ നന്നാവില്ല. നിന്റെ അച്ഛനെ പോലെ സ്വന്തം ജീവിതം നശിപ്പിക്കും. നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും തവണ പോട്ടാമ്മ. നീ എവിടെയും പോവില്ല. നീ പോണത് എനിക്കൊന്ന് കാണണല്ലോ. That is not her decision. Oh God, Jesus Christ. എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ You need to talk. Oh no. Oh no. അത് ഞാൻ അറിയാതെ. അറിയാതാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കണേ? ആ കുഞ്ഞിന്റെ മൂക്കിന്റെ കാര്യം അറിഞ്ഞാണ്ടല്ലോ ഇത് വലിയ പ്രശ്നമാവും. പിന്നെ വരുന്ന രക്ഷകർത്താക്കൾ എങ്ങനെയുള്ളവരാന്ന് ആർക്കറിയാം? സർ, പേരൻസിനോട് ഞാൻ സംസാരിക്കട്ടെ? അതൊന്നും വേണ്ട. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസത്തേക്ക് ടീച്ചറിനോട് വരണ്ട. Oh no. Okay. Oh no. Okay.
ഷൈനികം നീ കരാട്ടയില്ലേ? ഓ നോ ഷിറ്റ്. Oh no. How did that happen? അമ്മൂമ്മ ഒപ്പിച്ചാണോ? I think I know what's happening. ഞാൻ ഇന്നലെ പൊട്ടിച്ചു. ഞാൻ അല്ലാന്ന് പറഞ്ഞില്ലേ? ഞാനും അമ്മയില്ലാതെ വീട്ടിൽ ആരും ഒട്ടിക്കാനാണ്? രാവിലെ തന്നെ അടികൂടാൻ എനിക്ക് വയ്യാവനോ. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ തീർക്കരുത്. ആകെയുള്ളൊരു ഫോണും ബൈക്കുമാണ്. അവിടെ കഴിക്കുന്നതിനാണ്. കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാൻ പറഞ്ഞ കാര്യമാണോ? അമ്മ എന്തായാലും നന്നായി. നേരത്തെ അമ്മയുടെ നെഞ്ചത്തായിരുന്നല്ലോ. അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. എന്താ കുഴപ്പം? ഒന്ന് പോയി കിട്ടാ അമ്മയും കാത്തിരുന്നല്ലേ. അവൻ ആഗ്രഹിച്ചതെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവൻ എല്ലാ ഫാമിലിയിലും ഇങ്ങനൊക്കെ തന്നെയാ. ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട. എന്റെ ഫാമിലിയില് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നിങ്ങൾ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യും. ഒന്ന് നടക്കാൻ പോവോ, ഒരു ഐസ്ക്രീം കഴിക്കോ, ഒക്കെ ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. You need to talk to your son. You need to have an open conversation about this. You need to talk to each other more. ഷൈനികം ബ്രോ, നീ RDXൽ കരാട്ടയൊക്കെ പഠിച്ചല്ലേ? അമ്മൂമ്മ വരാണെങ്കിൽ കരാട്ടെ ചോപ്പ്. ഹാ, ഒരു പഞ്ച് അപ്പർ കട്ട്. അടച്ചിട്ട് കാര്യമില്ല ബ്രോ. ഞാനൊരു ഡെവലപ്പർ ആയതുകൊണ്ട് പറയുന്നതല്ല, പക്ഷേ ഒരു തവണ ഇഷ്യൂ കണ്ട് പിന്നെ വന്നില്ല എങ്കിൽ ഓക്കെ, അത് ഇൻറ്റർമീഡിയറ്റ് ഉണ്ടാകുന്ന പറഞ്ഞ് നമുക്ക് എൻവയോൺമെൻറ്റ് ഇഷ്യൂ ആണെന്ന് തള്ളിക്കളയാം. പക്ഷേ ഇഷ്യൂ റീപ്രൊഡ്യൂസിബിൾ ആണെങ്കിൽ ഇപ്പോഴത്തെ പോലെ അതൊരു ബഗ്ഗായിട്ട് നമ്മൾ ഫയൽ ചെയ്യണം. 2-3 തവണ ആയില്ലേ, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൂടെ? മനസ്സിലാക്കിക്കൂടെ? Oh shit. Figure it out, man. പൂട്ടിയിടുമെന്ന് പറഞ്ഞില്ല രേവതി? ലൈക്ക് രേവതിക്ക് വേണ്ട കാര്യങ്ങൾ അമ്മൂമ്മ ബേസിക്കലി ചെയ്യണം. അതല്ലേ സംഭവം. Yeah, that's what's going on. കളിക്കല്ലേട്ടാ, തുറന്നേ. അമ്മ, നീ കരാട്ടയല്ലേ ചവിട്ടി പൊളിക്ക്. Yeah, now you know. Come on, go karate. RDX. Punch. Oh shit. തുറക്ക് പെട്ടെന്ന് തുറക്ക്. എന്താ കേൾക്കാത്ത? അമ്മയോട് പോയി. അമ്മ മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങി, അറിഞ്ഞില്ല. ഓക്കെ. ഹലോ. അത് ഞാൻ വിളിച്ചതേ, വിനു ഇവിടെ വന്നിട്ടുണ്ട്. വിനു?
ആശ കേൾക്കുന്നുണ്ടോ? എന്തിനാ? അത് ഞാൻ ആശ വരുമ്പോ പറയാം. ആശ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ പോരെ. അവനിവിടെ പുലർച്ചയ്ക്ക് വന്ന് കയറിയത്. ആശയോടൊന്നും പറഞ്ഞിരുന്നില്ല അല്ലേ? ആശയുടെ അമ്മേനെ കണ്ടു എന്ന് അവൻ പറയണേ. അവനൊരു മുറിയിലിട്ട് പൂട്ടിന്നു, എന്തൊക്കെയോ പിച്ചിപ്പയും പറയുന്നു. അവനെന്തോ കുഴപ്പമുണ്ട് ആശ. അവൻ്റെ കോലം കണ്ടില്ലേ, മേലിഞ്ഞോ മങ്ങി. ഞാൻ അവന്റെ കാര്യത്തിലൊന്നും ഇടപെടാറില്ല. ഇടപെടണം, അതൊക്കെ തന്നെയാണ് കുഴപ്പം. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? അന്ന് നമ്മൾ ഒരു വിധത്തിലെ രക്ഷപ്പെട്ടു. അത് വീണ്ടും ആവർത്തിച്ച ശരി, ഞാൻ അവനോട് സംസാരിക്കാം. യു നീഡ് ടു ടോക്ക് ടു യുവർ സൺ. ലൈക്ക് നമ്മൾ സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നം ഈ ഇടയ്ക്ക് വന്നിട്ട് കുളവാക്കുന്നുണ്ടല്ല. ടോക്ക് ടു യുവർ മോം ബ്രോ. കൗൺസിലർ ഈ പുള്ളി ഉണ്ടായിരുന്നല്ലോ മറ്റേ സിനിമയില്. ഞാൻ ഈ ലേയിൽ കയറിയപ്പോ ഒന്ന് കൺഫ്യൂസ് അത്രേ ഉള്ളൂ. ഇത് ജോർജ്. വെയിറ്റ്, പിന്നെ ഡയസഡിൽ ഈ പുള്ളി വന്നിട്ടില്ലേ? എൻ്റെ ടൗണിലൊരു സ്ഥാപനമുണ്ട്. ഡോറടഞ്ഞു എന്നപ്പോൾ ലോക്കായി. ആ ഞാൻ കണ്ടു. എന്നിട്ട് എങ്ങനെയാണ് ഡോറ് തുറന്നത്? ഡോറ് കുറച്ച് കഴിഞ്ഞപ്പോൾ തനിയെ തുറന്നു. എന്നിട്ട് അപ്പം ഞാൻ പുറത്തേക്ക് വന്നു. അപ്പം അവിടെ ആരുമില്ല. കഴിഞ്ഞ് അമ്മയുടെ റൂമിൽ പോയപ്പം അമ്മയില്ല. ഞാൻ ഇളയച്ചൻ്റെ വീട്ടിലോട്ട് പോയി. ഇപ്പം എന്താ പറയാൻ? അല്ല, റിലാക്സ്, ടെൻഷൻ വേണ്ട, റിലാക്സ്ഡ് ആയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ റിലാക്സ്ഡ് ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ല, മനസ്സിലായിരുന്നു, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വിനു കുടിക്കാറുണ്ടോ? കുടിക്കാൻ മോശം പ്രവൃത്തിയൊന്നും അല്ല. കുടിക്കാറുണ്ടോ? അതായത് ഇന്നലെ വൈകുന്നേരമോ രാത്രിയിലോ അങ്ങനെ കുടിച്ചിരുന്നോ? ഇല്ല. Alright people, I think we are more than halfway there. So that'll be part 1 of ഭൂതകാലം. ഇത് എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിൽ ആക്ച്വലി ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാം. പ്രേതം ഒഴിച്ചു നിർത്തിയ പ്രേതം ഇത് ജംപ് സ്കെയർസ് അധികം ഇല്ലെങ്കിലും ഇത് ഭയങ്കര ക്രീപ്പിയാണ്. ദിസ് ഈസ് വെരി സ്കാരി ഇൻ എ ലോട്ട് ഓഫ് വേസ്. ആ ഒരു സൗണ്ട് എഫക്ട്സ്, സിനിമാറ്റോഗ്രഫി എല്ലാം ദേ ഹാവ് ഡൺ ഇറ്റ് റിയലി വെൽ. So it's just really creepy, very airy. It's scary man, it's really scary. ഡയസിലൊക്കെയാണ് സ്കാരി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെ അല്ലാന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് വെരി ഗുഡ്. സ്റ്റോറി അധികം ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ബേസിക്കലി എനിക്ക് മനസ്സിലായത് അമ്മയുടെ ശീലങ്ങൾ അമ്മൂമ്മയ്ക്കുണ്ട്. അപ്പോൾ അമ്മയുടെ ഇഷ്ടങ്ങളാണ് അമ്മൂമ്മയ്ക്ക് പ്രയോറിറ്റി. സോ ഒബ്വിയസ്ലി അമ്മയുടെ ശീലങ്ങൾ, അമ്മയുടെ പ്രയോറിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ സിറ്റുവേഷനാണ്, ഷൈനികത്തിൻ്റെ സിറ്റുവേഷനാണ്. ലൈക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്ന് പെട്ടുകിടക്കുകയാണ്. ഇത് ഇവൻ്റെ മാത്രം സിറ്റുവേഷൻ അല്ല, നമ്മുടെ നാട്ടിലെ ഒരു 80% ഓഫ് യൂത്തിൻ്റെയും സിറ്റുവേഷൻ ഇത് തന്നെയാണ്. ഒരു ഗുഡ് എമൗണ്ട് ഓഫ്, കാരണം അവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു അവസ്ഥ. അത് അവരുടെ തെറ്റല്ല, പിന്നെ അവരുടെ സാഹചര്യങ്ങളാണ്. റൈറ്റ്, ദാറ്റ് ഇസ് എ ബിഗ് പ്രോബ്ലം. Okay, നമുക്ക് ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് വിൽ ഡു part 2 very soon. If you want to watch part 2 of my reaction, and you subscribe to this channel, and if you like these kind of reactions that YouTube do you like what you watch, yeah, let's see you guys next video. Good night, goodbye.